പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന വചനം പൗലോസ് ലീഗ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലെ 13-ാം അധ്യായം 13-ാം വാക്യമാണ്. വചനം ഇങ്ങനെയാണ്: പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഗ ഇങ്ങനെ ഒരു വചനം എഴുതി വെച്ചിരിക്കുക? പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാൻ. ഓരോരുത്തർക്കും ഒരേ യോജിപ്പുണ്ട്. ആ യോജിപ്പിനനുസരിച്ച് അവർ ജീവിക്കുന്നില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. നാം ക്രിസ്ത്യാനികളാണ്, ക്രിസ്തുവിനെ അറിയുന്നവരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവത്തിന് യോജിച്ച രീതിയിലാണ് നാം ജീവിക്കേണ്ടത്. പകലിന് യോജിക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലോകത്തിൻ്റെ പ്രകാശമായ യേശുക്രിസ്തു നീതി സൂര്യൻ എന്നാണ് മലാക്കി പ്രവചനം 4:2 പറയുക. നീതി സൂര്യൻ എന്നാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിന് ചേർന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ, പരിശുദ്ധിയെ ദൈവത്തിൻ്റെ പരിശുദ്ധിയോട് ചേർത്ത് വെച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ചിലർ മനുഷ്യരുമായിട്ടാണ് താരതമ്യം ചെയ്യാറ്. ഞാൻ എൻ്റെ ഭർത്താവിനെ പോലെയല്ല, അല്ല എൻ്റെ ഭാര്യയെ പോലെയല്ല, അല്ല എൻ്റെ അമ്മായിയമ്മയെ പോലെയല്ല, എൻ്റെ അയൽവക്കക്കാരെ പോലെയല്ല ഞാൻ, അങ്ങനെ പറഞ്ഞ് നമ്മൾ ലോകത്തിലെ മനുഷ്യരുമായിട്ടാണ് നമ്മളെ തന്നെ താരതമ്യം ചെയ്യുക. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ ലേഖനത്തിലൂടെ പറഞ്ഞു വെച്ചിരിക്കുക, നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരാകുക എന്നാണ് പറഞ്ഞത്. സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ പരിപൂർണനാകാൻ വേണ്ടി യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു തൻ്റെ പരിപൂർണതയിലേക്കല്ല ആളുകളെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ആ യേശുവിൻ്റെ പ്രകാശത്തിന് യോജിച്ച രീതിയിലാണോ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഇവിടെ തുടർന്നുള്ള വാക്യങ്ങൾ വിശുദ്ധ പൗലോസ് പറയും, സുഖലോലുപതയിൽ നിന്ന്. ഈ ലോകത്തിലൊരു കെണി പോലെയാണ് സത്യത്തിൽ സുഖലോലുപത എന്നാണ് വിശുദ്ധ ലൂക്ക പറയുക. സുഖലോലുപത ഒരു കെണി പോലെ, ജീവിത വ്യഗ്രത, സുഖലോലുപത ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുമെന്ന് ലൂക്ക 21:34 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കും. ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുന്ന ദിവസമുണ്ട്. ഇതൊരു കെണിയാണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ? കഴിഞ്ഞ ദിവസം എന്നോടൊരു സഹോദരി പങ്കുവെക്കുകയായിരുന്നു, ഞങ്ങളുടെ ജീവിതം വളരെ ഉയർന്ന രീതിയിലുള്ള ജീവിതമായിരുന്നു. ഞാൻ വേണമെങ്കിൽ പണ്ട് കാരണന്മാർ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചതാണെന്ന് ആ സഹോദരി എന്നോട് പങ്കുവെച്ചു. ഇഷ്ടം പോലെ സമ്പത്ത്, ദാസന്മാർ, ആളുകൾ, എല്ലാ കാര്യത്തിനും ഒന്നിനും ഒരു പോരായ്മയില്ല. അവരുടെ അപ്പൻ അതനുസരിച്ചാണ് അവരെ വളർത്തിക്കൊണ്ടിരുന്നത്. കുടുംബം എല്ലാം വളരെ സുഖലോലുപതയിൽ ജീവിച്ചു. 10,000 രൂപ ചെലവഴിക്കേണ്ടടുത്ത് 50,000 ചെലവഴിക്കുമ്പോൾ ഒരു സന്തോഷമുള്ളതെന്ന് അവൾ പറയും. അങ്ങനെ അവർ ജീവിച്ചു വന്നു. അവളെ വിവാഹം കഴിച്ചയച്ചു. അതേപോലെ തന്നെ അവൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലും പോയി ജീവിച്ചു. അമ്മായിയമ്മയൊക്കെ പ്രശ്നം ഉണ്ടാക്കി, എല്ലാവരും പ്രശ്നം ഉണ്ടാക്കി, പക്ഷെ അവളൊന്നും മൈൻഡ് ചെയ്തില്ല. അവസാനം എന്ത് സംഭവിച്ചു? ഒന്നുമില്ലാത്തൊരു തകർച്ചയിലേക്ക് എത്തി. അവളുടെ വീട്ടുകാരും എത്തി, അവൾ പോയടുത്തെത്തി, അവളുടെ സഹോദരിമാരെ വിവാഹം കഴിച്ചടുത്തെത്തി, സഹോദരൻ്റെ കുടുംബക്കാർ, അങ്ങനെ എല്ലാവരും, ഒരു കുടുംബം മുഴുവനും സുഖലോലുപത ഒരു കെണിയാണ്. നമ്മൾ പക്ഷെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനേ പറ്റുകയില്ല. കാരണം എല്ലാവരും നമ്മുടെ കാറ്റഗറി, നമ്മുടെ രീതി, സ്റ്റാറ്റസിനനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന് എല്ലാവരും പറയുക. സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക. എങ്ങനെയാണ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക? ചിലർ ഒക്കെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന വീട്, നമ്മുടെ വീട് മറ്റുള്ളവരുടെ വീടും തമ്മിൽ അച്ഛൻ കുറഞ്ഞു പോയെങ്കിൽ അത് മാറ്റാൻ. ഞാൻ ഓർക്കുകയാണ്, തൃശ്ശൂർ തന്നെ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും ആളുകൾ എന്നോട് പറയുകയായിരുന്നു, ആ വീട്ടുകാർ ധ്യാനിക്കാൻ വന്നപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, ആ വീട്ടുകാർ ഇത്രയും തകർച്ചയിലോട്ട് വരാനായിട്ട് കാരണം ആ ചേട്ടൻ പറയുന്നത്, എനിക്ക് ആത്മഹത്യ ചെയ്താൽ മതി. എന്താ കാരണം? അവർ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല. ഉണ്ടായിരുന്ന കാലത്ത് അവർ നല്ലൊരു വീടൊക്കെ പണിതു. അടുത്തടുത്തുള്ള ആളുകളെല്ലാം അവരുടെ മക്കളൊക്കെ വിദേശത്ത് പോയി ഭയങ്കര കാശൊക്കെ കൊണ്ടുവന്ന് വലിയ വലിയ വീടുകൾ പണിതു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടെ വീട് ഒറ്റ നില വീടാണ്. അപ്പോൾ അവർ ചെയ്തു, മറ്റവരുടെ വീടുകളെക്കാളും നന്നാക്കാൻ വേണ്ടി അവർ അതിനേക്കാളും വലിയൊരു വീട്, അതിൻ്റെ മുകളിൽ ലോണൊക്കെ എടുത്ത് വീടൊക്കെ പണിതു. അത് കടമായി, തിരിച്ചടയ്ക്കാൻ പറ്റാതെ. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പ്രശ്നമായി, അദ്ദേഹത്തിന് ഹാർട്ടിന് പ്രോബ്ലം വന്നു, ബ്ലോക്കായി, പിന്നെ ജോലിക്ക് പോകാൻ പറ്റാതെയായി, കടം പെരുകി. ഇപ്പം വീട് വിൽക്കണം. ഇപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ മരിക്കുന്നത് ഈ വീട്ടിൽ കടന്ന് മരിക്കണം. അതൊരു ഒരു ദുർവാശി പോലെ. നല്ല വിലയ്ക്ക് വീട് മേടിക്കാൻ ആളുകൾ വരുന്നുണ്ട്, പക്ഷേ പുള്ളി പറഞ്ഞത്, എനിക്ക് മരിക്കുവാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ കിടന്ന് മരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ. ഇതും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ പകലിന് യോജിച്ചാണോ ജീവിക്കുന്നത്? അതായത് നമ്മളൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന് യോജിച്ചാണോ ജീവിക്കുന്നതാണ് പരിശോധിക്കേണ്ടത്. ക്രിസ്തുവിന് യോജിച്ച രീതിയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ക്രിസ്തുവിൻ്റെ വാക്കുകൾക്കനുസരിച്ച്. തിരുവചനത്തിൽ നമ്മൾ വായിക്കും, നീ സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുമായി സമാധാനത്തിൽ ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് വിശുദ്ധ പൗലോസ് ലീഗ തന്നെ റോമായിലെ സഭയ്ക്ക് ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
നീ സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുമായി സമാധാനത്തിൽ വ്യാപരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതാണ്? യേശുവാകുന്ന വചനത്തിൻ്റെ അല്ലെങ്കിൽ യേശുവാകുന്ന പ്രകാശത്തിൻ്റെ അതിന് ചേർന്ന ഒരു ജീവിതമല്ല എങ്കിൽ നമുക്ക് സമാധാനത്തിലാകാനേ പറ്റുകയില്ല. അപ്പോൾ യോജിപ്പെന്ന് പറയുമ്പോൾ നമ്മൾ എന്നും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, അത് ദൈവവുമായുള്ളൊരു യോജിപ്പ് മാത്രമല്ല, മറിച്ച് മനുഷ്യരുമായിട്ടുള്ളൊരു യോജിപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്ത്യാനി എന്ന ലെവലിൽ ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ യേശു പറഞ്ഞു 10 പ്രമാണങ്ങളെ യേശു 2 പറയുന്നു. ഒന്ന്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവ്വശക്തിയോടെ നീ ദൈവത്തെ സ്നേഹിക്കണം. 2 കാര്യങ്ങളാണ് യേശു പഠിപ്പിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ദൈവവുമായുള്ള ബന്ധമാണ്. അതാണ് പകലിന് യോജിച്ച വിധം പെരുമാറുക എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിന് യോജിച്ച വിധം ജീവിക്കുക. 2ാമത്തെ കാര്യമാണ് നീ സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുമായി സമാധാനത്തിൽ വർത്തിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മളത് വായിക്കും. നീ സാധിക്കുന്നിടത്തോളം, അത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള 2ാം പ്രമാണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണത്. എങ്ങനെയാണ് ഞാൻ ദൈവവുമായിട്ട് യോജിപ്പിലായിരിക്കുന്ന ഞാൻ എൻ്റെ സഹോദരനുമായിട്ട് യോജിപ്പിലാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2ാം മേഖല, എല്ലാവരും ദൈവവുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരിക്കാം. അവർക്ക് യാതൊരുവിധ കുഴപ്പമില്ല. മിക്കവാറും ദിവസം പോയി കുമ്പസാരിക്കും, അല്ലെങ്കിൽ കുർബാനയെ പങ്കെടുക്കും, നല്ല പാട്ടുപാടി നല്ലപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കും, എത്ര ഭാഷാവരത്തിൽ വേണമെങ്കിലും പ്രാർത്ഥിക്കും, കണ്ണടയ്ക്കും, വേണം ദർശനങ്ങൾ ഉണ്ടായി വരാം. ഇങ്ങനെ ആത്മീയമായ കാര്യങ്ങളിലെല്ലാം നീ വളരെ മുൻതൂക്കമായിരിക്കാം. നിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നവർക്ക് നീ എന്ത് വേണേലും കൊടുക്കും, നിന്റെ ജീവൻ വേണേലും കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ നീ എങ്ങനെയാണ് സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുമായി സമാധാനത്തിൽ വ്യാപരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? മറ്റുള്ളവരുടെ നിന്റെ പെരുമാറ്റം എങ്ങനെയാണ്? ഒരു സൗഹാർദ്ദം നിന്നുകൊണ്ട്, ഒരു സ്നേഹത്തിൽ നിന്നുകൊണ്ട്, ഒരു കരുണയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരും അവരുടെ അപരാധങ്ങളെ നമ്മൾ ക്ഷമിച്ച് ത്യാഗം ചെയ്തൊക്കെ പെരുമാറാനായിട്ട് പറ്റുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ നമ്മളൊരു യോജിപ്പിലേക്ക് എത്തുകയായി. ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണുവാണെങ്കിൽ വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നമ്മൾ വായിക്കുക, സുഖലോലുപതയിൽ നിന്നും അതുപോലെ മദ്യലഹരിയിൽ നിന്നും അവീത വീഴ്ചയിൽ നിന്നുമല്ല നിങ്ങൾ പിന്മാറുക എന്നാണ് റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒന്ന് നമ്മൾ വായിച്ചത് പകലിന് യോജിച്ച വിധം പെരുമാറുക. എങ്ങനെയൊക്കെയാണ് പകലിന് യോജിച്ച വിധം പെരുമാറുക എന്നുള്ളതിനെ കുറിച്ചാണ് നാം ചിന്തിക്കുക. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന പ്രകാശത്തിന് യോജിച്ച രീതിയിലുള്ള ഒരു ജീവിതചര്യ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പത്രോസ്ലീഹ നമ്മളെപ്പറ്റി പറയുന്നത് എങ്ങനെയാണോ? 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് എന്ന. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവുമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. ദൈവം എങ്ങനെയാണോ അതുപോലെ ആയിത്തീരണേ, അങ്ങനെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ചുമതലയുള്ളവരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ വിളിക്കപ്പെട്ടിരിക്കുന്ന, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, മാറ്റി നിർത്തപ്പെടുന്ന ഗണത്തിൽപ്പെട്ട നമ്മളുടെ ഓരോ പ്രവൃത്തി നാം വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നും ജീവിക്കുന്ന പോലെ നമ്മൾ ജീവിച്ചാൽ പോരാ. നമ്മൾ ഓരോ ദിവസവും ദൈവത്തിന് ചേർന്ന്, അല്ലെങ്കിൽ പകലിന് കൂടുതൽ പ്രകാശത്തിന് ചേർന്ന രീതിയിലുള്ളൊരു ജീവിത രീതിയിലേക്ക് വരിക. സാധിക്കുമെങ്കിൽ മറ്റുള്ളവരോട് സമാധാനത്തിലായിരിക്കുക. ഒന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ നല്ല രീതിയിലാകുക. 2, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല രീതിയിലാകുക. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ, ദൈവഭക്തിയിൽ, കുമ്പസാരത്തിൽ, കൂദാശകളിൽ ഒക്കെ ദൈവവുമായിട്ട് യോജിപ്പിലാകുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ളൊരു യോജിപ്പ് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അവഗണിക്കുക സാധ്യമല്ല. ദൈവവുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതായിരിക്കുന്നത് പോലെ തന്നെ സഹോദരന്മാരുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ദൈവവുമായി യോജിപ്പിലാകുന്നത് പോലെ തന്നെ സഹോദരന്മാരുമായുള്ള ഒരു യോജിപ്പ് നമ്മുടെ ആത്മീയമായ ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇക്കാര്യം നമ്മൾ മറന്നു കളയരുത്. ഇതിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവരിക. നിങ്ങൾ ദൈവത്തിന് യോജിച്ച രീതിയിലായിരിക്കണം നിങ്ങളുടെ വാക്കുകൾ, പെരുമാറ്റം എല്ലാം. പകലിന് യോജിച്ച വിധം പെരുമാറുക എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ, അധികമായിട്ടില്ല, അദ്ദേഹം ധ്യാനിക്കാൻ വന്നത് 2/11/2016 അദ്ദേഹം ധ്യാനിക്കാനായിട്ട് ഡിവൈനിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യം എനിക്ക് എഴുതി തന്നത് ഓർക്കുകയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പേര് KP തോമസ്, കിഴക്കേൽ ഹൗസ്, പൊൻകുന്നം, കോട്ടയം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പൊൻകുന്നംകാരനാണ്, പോസ്റ്റ് ഓഫീസ് പൊൻകുന്നം. അദ്ദേഹം ഇങ്ങനെ എഴുതി തന്നു, അദ്ദേഹം 30 വർഷമായിട്ട് മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു. 1-2 വർഷമല്ല, 30 വർഷമായി മദ്യപാനത്തിനും പുകവലിക്കും അദ്ദേഹം അടിമയായിരുന്നു. അമിതമായ മദ്യപാനം മൂലം നിരാശനായി തീർന്ന ഇദ്ദേഹം 1996 അദ്ദേഹം ഡിവൈനി ധ്യാനിക്കാൻ വന്നു. 1996 ഡിവൈനി ധ്യാനിക്കാനായി വന്നു. ഒക്ടോബർ മാസത്തിൽ ഇവിടെ ധ്യാനിച്ചു. ആ ധ്യാനത്തിൽ വചനം ശ്രവിച്ച അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഞാൻ ഈ അന്ധകാരത്തിന്
പ്രവൃത്തിയല്ല ജീവിക്കേണ്ടത്. മദ്യലഹരിയിലും അവിഹിത ബന്ധത്തിലും ലോകത്തിന്റെ മോഹങ്ങൾക്കും സുഖലോലുപതയിലും ഒന്നും അല്ല ജീവിക്കേണ്ടതെന്ന് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായ അദ്ദേഹം മദ്യപാനവും അദ്ദേഹത്തിന്റെ പുകവലിയും അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും ഓർത്ത് നല്ലൊരു കുമ്പസാരം നടത്തി. പകലിന് യോജിച്ചവരാകാൻ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. നല്ലൊരു കുമ്പസാരം നടത്തിയ, നീ ക്രിസ്ത്യാനിയാണ്, ഒരു കത്തോലിക്കനാണെങ്കിൽ നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ലൊരു കുമ്പസാരം നടത്തുക. ഒന്ന് ചിന്തിച്ചു നോക്കുക. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? നല്ല കുമ്പസാരം തന്നെയാണോ നമ്മൾ നടത്തുന്നത്? നല്ല കുമ്പസാരം എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ പാപങ്ങളെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു, 2 പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നു, 3 ഇനി പാപം ചെയ്യുകയില്ലെന്ന തീരുമാനമെടുക്കുന്നു, പാപത്തിന്റെ നേട്ടങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നല്ല കുമ്പസാരത്തിന്. അല്ലാതെ ഞാൻ പോയി എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയുന്നു എന്നുള്ളത് മാത്രമല്ല, അനുതാപമില്ലാതെ അതുപോലെ നാം പശ്ചാത്തപിക്കാതെയുള്ള കുമ്പസാരമേ ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഈ തോമസ് ഏട്ടൻ ശരിക്ക് ചെയ്തത്, അദ്ദേഹം നല്ലൊരു കുമ്പസാരം നടത്തി. ആ കുമ്പസാരത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് ദൈവത്തോട്? ദൈവം, ഇനി ഞാൻ ഇത്രയും വർഷം 30 വർഷമായി ഞാൻ മദ്യപാനത്തിന്റെ ആ സുഖത്തിൽ ജീവിച്ചയാളാണ്. പുകവലിയുടെ സുഖമായിരുന്നു എനിക്ക് വലുത്. എന്നാൽ ഞാൻ ഈ ധ്യാനത്തിലൂടെ നിന്റെ വചനത്തിന്റെ പ്രകാശത്തിലേക്ക് വരികയാണ്. ഞാൻ ഇനി പകലിന് യോജിച്ചവനായി ജീവിക്കാം. ആ തീരുമാനത്തോടു കൂടെ അദ്ദേഹം ആ ധ്യാനത്തിൽ വെച്ച് 30 വർഷമായ ഈ മദ്യപാന ശീലം മാറ്റി ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കുമ്പസാരിച്ചു. അതിനുശേഷം ദൈവത്തിൻ്റെ അത്ഭുത കൃപ അദ്ദേഹം എഴുതി തന്നിരിക്കുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്. പിന്നീട് അദ്ദേഹത്തിന് മദ്യപിക്കാനോ പുകവലിക്കാനോ സാധിച്ചിട്ടില്ല. അത്ഭുതകരമായ ആ 30 വർഷത്തെ മദ്യപാനം അദ്ദേഹത്തിന് എടുത്തു മാറ്റി കർത്താവ്. അദ്ദേഹം വളരെ നല്ലവനായി മാറി. അദ്ദേഹം ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം വീണ്ടും ഡിവൈൻ ധ്യാനിക്കാൻ വന്ന് തന്നെ എന്നോട് അദ്ദേഹം പറയുകയായിരുന്നു, എനിക്ക് ഈ സാക്ഷ്യം ഒന്ന് പറയണം, യേശുവിനോട് ചേർത്ത് നിർത്തിയതിൻ്റെ സാക്ഷ്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതം നീ എത്ര വർഷമായി ക്രിസ്തുവിനെ കണ്ടെത്തിയിട്ട്, ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ട്? ചിലർ പറയും, ഞാൻ 20 വർഷമായി ധ്യാനം കൂടിയിട്ട്, 30 വർഷമായി, 15 വർഷമായി, പണ്ടത്തെ കരിസ്മാറ്റിക് ധ്യാനം കൂടിയതാ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും, നീ ഇത്രയും വർഷമായിട്ട് ധ്യാനം കൂടിയിട്ട് ഇപ്പോഴും നീ മദ്യപിക്കുന്നയാളാണോ? ഇപ്പോഴും നിന്റെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും വൈരാഗ്യമുണ്ടോ? ഇപ്പോഴും നീ സുഖലോലുപതയിലാണോ ജീവിക്കുന്നത്? ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ചിലർക്ക് ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് കറണ്ട് വന്നു തെറിയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ എഴുന്നേറ്റ് വരിക. കാര്യം ഒരു ധ്യാനം കൂടിയും പ്രാർത്ഥനയും എല്ലാം ഉള്ളവരാണെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അവർക്ക് സഹിക്കാൻ പറ്റിയല്ല. ചൂടിന് ചൂട്, വെള്ളത്തിന് വെള്ളം, മഴയ്ക്ക് മഴ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സംഗം പിടിവിട്ട് പോവുകയാണ്, ദേഷ്യം വരികയാണ്, എല്ലാത്തിനും പ്രതികരിക്കുകയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ അങ്ങനെ പകലിന് യോജിച്ചിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്തുവിന് യോജിച്ചവരായിട്ടില്ല എന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ എത്ര വർഷമായിട്ടുള്ള ധ്യാനം കൂടിയതിൻ്റെ സീനിയോറിറ്റി അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവായി താതാത്മ്യപ്പെട്ടതിൻ്റെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് എന്തുമാത്രം താതാത്മ്യപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുക, 1 കൊറിന്തോസിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും 4 മുതലുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിൻ്റെ ഒരു നിർവചനമുണ്ട്. സ്നേഹം ദീർഘക്ഷമയും ദയയും നിറഞ്ഞതാണ്. അപ്പോൾ ക്രിസ്തുവിന് യോജിച്ചവരാകുമ്പോൾ ദൈവം സ്നേഹമാണെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുക. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിനാണ് നമ്മൾ യോജിക്കപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ യോജിപ്പിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു ദീർഘക്ഷമ നിറഞ്ഞ സ്നേഹമാണ്. മറ്റുള്ളവരോടുള്ള കരുതലിൽ, മറ്റുള്ളവരുടെ കരുണയിൽ, ഔദാര്യത്തിലൊക്കെ ഉള്ളൊരു ദീർഘക്ഷമ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയാമായിരിക്കുമെന്നേ, നമ്മളത് പറയണ്ട, പ്രതികരിക്കാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ അതിനുള്ള അതോറിറ്റി, അധികാരമുള്ള ആളായിരിക്കാം നീ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നീ കുടുംബത്തിന് നാഥനായിരിക്കാം, കുടുംബനാഥയായിരിക്കാം, നിന്റെ ചെലവിലായിരിക്കും എല്ലാവരും കഴിയുന്നത്. എന്തുമായിക്കോട്ടെ, കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആയിരിക്കാം, അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി ആയിരിക്കാം. നിനക്ക് എല്ലാത്തിനും നിനക്ക് അപ്പോൾ തന്നെ പ്രതികരിക്കാനായിട്ട് പറ്റും. പക്ഷെ നീ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീ പകലിന് യോജിച്ച വിധം ജീവിക്കേണ്ട ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടാണ് താതാത്മ്യപ്പെടേണ്ടത്. നോക്കുക, യേശു ക്രിസ്തുവിനെ പീലാത്തോസിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ക്രിസ്തുവിന് വേണമെങ്കിൽ പറയാം, പീലാത്തോസ് നിന്റെ ജീവനെ എടുക്കാൻ പോലും എനിക്ക് പറ്റും, നീ മര്യാദയ്ക്ക് വേണം എന്നോട് സംസാരിക്കാൻ, എന്നോട് തൊട്ട് കളിച്ചാൽ ഒരിക്കലും രക്ഷപ്പെടുകയല്ല, എന്നെ തൊട്ട നിന്റെ കൈ പൊള്ളും എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ പീലാത്തോസിന് മുമ്പിൽ ക്രിസ്തു നിൽക്കുന്നത് വളരെ യാതൊരുവിധ തർക്കങ്ങളും കൂടാതെയാണ്. യെശയ്യാ ദീർഘദർശി എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചോ, യെശയ്യാ പ്രവചന ഗ്രന്ഥത്തിലെ 42-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ചെയ്തില്ല, തെരുവീതിയിൽ അവൻ്റെ സ്വരം ഉയർന്നു കേട്ടില്ല. അവൻ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പ് നിൽക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെയും നിന്നു. അത്രമാത്രം ക്രിസ്തുവിൻ്റെ ശാന്തതയിലാണ് ക്രിസ്തു പിലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് സാധിക്കുന്നിടത്തോളം മറ്റുള്ളവരുമായി സമാധാനത്തിൽ വർത്തിക്കുക, യാതൊന്നിനും പോകുന്നില്ല. നീ രാജാവാണോ എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നെങ്കിൽ
എൻ്റെ ദൂതന്മാർ വന്ന് ഇവിടെ നിരന്നേനെ എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ സോഫ്റ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശീലിക്കാം. നമ്മുടെ ഒരു ജീവിതത്തിനൊരു വ്യത്യാസം വേണ്ടേ? അതാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്നും ഇങ്ങനെ ആയാൽ പോരല്ലോ. ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണമെന്നൊക്കെ നമ്മൾ ഹെബ്രായ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ വായിക്കും. ഒന്ന് രണ്ട് വാക്യങ്ങളിൽ, ആകയാൽ എൻ്റെ പ്രിയരെ, നിങ്ങൾ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുക. ഈ പക്വതയിലേക്ക് വളരുന്നതിൻ്റെ ഭാഗമാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ വളരുക, അല്ലെങ്കിൽ പകലിന് യോജിച്ച രീതിയിലായി തീരുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. വഴക്കം വക്കാണൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ അവിടേക്ക് വരുവാണെങ്കിൽ അവർ ശാന്തമാകുന്നത് കാണാം. അവൾ പെട്ടെന്ന് ആരും പറയേണ്ട ആവശ്യമില്ല. അവർ പെട്ടെന്ന് ശാന്തം. ഇപ്പം മക്കൾ തമ്മിൽ വഴക്കുണ്ടാവണം, അപ്പൻ അങ്ങോട്ട് കയറി വന്നു, പിന്നെ അവരൊന്നും പറയല. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോക്കറിയെ കാണിച്ചെന്ന് വരും, പക്ഷെ അവരൊന്നും പറയല. അല്ലെങ്കിൽ ഒരു വികാരി ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് പിള്ളേർ പറഞ്ഞത്, നമ്മുടെ വീട്ടിലോട്ട് വികാരി അച്ഛൻ വരുന്നു. അപ്പോൾ പിന്നെ ഭാര്യയും ഭർത്താവ് ഭയങ്കര സ്നേഹം, ഇടി അച്ഛൻ എന്നടി കൊടുക്കാനുള്ളത് എടുത്ത് വേഗം തുണി എടുത്ത് മാറ്റുന്നു, എല്ലാം അടിച്ചു വാരുന്നു, വൃത്തിയാക്കുന്നു. പിന്നെ അച്ഛൻ വീട്ടിലോട്ട് കയറി വികാരി അച്ഛൻ വരുമ്പോഴത്തേനും ഇത്രയും സ്നേഹവും യോജിപ്പുമുള്ള ഭാര്യയും ഭർത്താവും തൻ്റെ ഇടവകയിലുണ്ടോ എന്ന് അച്ഛനെ വിസ്മയിപ്പിക്കത്തക്ക രീതിയിൽ അവർ നിന്ന് കളയും. ഇതാണ് ദൈവവചനം പറയുന്നത്. നമ്മൾ ഈ മറ്റുള്ളവരെ, നമ്മളെ പ്രധാനപ്പെട്ട ആളുകൾ വരുമ്പോൾ നമ്മളെങ്ങനെ പെട്ടെന്ന് നമ്മുടെ സ്വഭാവത്തിന് ചേഞ്ച് വരുത്തുന്നു. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മക്കളായ നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന നമ്മൾ, ആ ക്രിസ്തു സാന്നിധ്യത്തെ കണ്ടുകൊണ്ട് വേണം ജീവിക്കാനായിട്ട്. കർത്താവ് പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ ആരുണ്ട്? എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ, കർത്താവിൻ്റെ ആത്മാവിനെ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, സകലതിനെ ആശ്ലേഷിക്കുന്നവൻ നാം പറയുന്നത് അറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നമ്മളെ ചൂഴ്ന്ന് നമ്മളെ ആലിംഗനം ചെയ്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു. ക്രിസ്തു പറഞ്ഞത് ഇങ്ങനെയല്ലേ, ഞാനും എൻ്റെ പിതാവും ഒരു സ്ഥലത്താണ് വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കൂടെ ആരുണ്ട്? പിതാവായ ദൈവമുണ്ട്. അങ്ങനെ ഒരു വലിയ സ്വർഗീയ സമ്പന്നത നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം മറന്നാണ്. എന്തൊക്കെയാണ് ഓരോരുത്തർ പറയുക, സ്വന്തക്കാരും ബന്ധുക്കൾ ആരും കേൾക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുമ്പം പറയുന്ന വാക്കുകൾ, ഡയലോഗ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇന്നാളൊരു പയ്യൻ എന്നോട് പറയുന്നത്, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാ. അവൻ പറഞ്ഞു, ഞാൻ പപ്പയ്ക്കിട്ട് മമ്മിക്കിട്ട് ഒരു പണി കൊടുത്തിട്ട് ധ്യാനിക്കാൻ വന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താടാ? ഞാൻ അവർ പറയുന്ന മുഴുവൻ ഡയലോഗും ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടുമ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത് അവരെ കേൾപ്പിച്ചു കൊടുക്കും. പിന്നെ മമ്മിയൊന്നും എന്നോടൊരു അക്ഷരവും പറയത്തില്ല. അങ്ങനെ അവൻ ഒരു പണി ഒപ്പിച്ചെന്ന് അവൻ എന്നോട് പറയുന്നത്. ഒരു പിള്ളേരൊക്കെ ഇത് റെക്കോർഡ് ചെയ്ത് നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ, കേൾപ്പിച്ച് കഴിഞ്ഞാൽ സ്ഥിതി എന്നതാ. അപ്പം തന്നെ നമുക്കൊരു നാണക്കേട്. ആ പയ്യൻ പറഞ്ഞു, ഇനി എന്നോടൊരു അക്ഷരം മിണ്ടുകയല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം തമ്പുരാൻ നമ്മളീ പറയുന്ന കാര്യങ്ങളൊക്കെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മളെ കാണിച്ചത് നമ്മുടെ കാര്യം എന്നതാ. പിന്നെ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഇതല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ മുൻപിൽ ലജ്ജയില്ലാതെ വസ്ത്രം ധരിച്ച് കാണപ്പെടുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധിയോടുകൂടി, വിശുദ്ധമായ ആത്മാവ്, വിശുദ്ധമായ ശരീരം, വിശുദ്ധമായ മനസ്സാക്ഷിയോടുകൂടെ ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അവൻ്റെ മുമ്പിൽ വരാനുള്ളവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ അതനുസരിച്ചൊരു ജീവിതമാണ് നമ്മൾക്ക് വരേണ്ടത്. ആരും കണ്ടില്ലേലും കണ്ടാലും നന്നായി ജീവിക്കുക. നല്ലൊരു ജീവിതചര്യ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു അടുക്കും ചിട്ടയും എല്ലാ കാര്യങ്ങളും, ബന്ധങ്ങളിൽ, സ്നേഹങ്ങളിൽ ഒക്കെ. വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ മറ്റൊരു കാര്യം ഇങ്ങനെയാണ്. റോമാലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. അത് പകലിന് യോജിച്ച ഒരു പെരുമാറ്റമാണ്. ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, അധികാരത്തിലും അതുപോലെ ഇതിലെല്ലാം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബലമുണ്ട്, അവർക്ക് അധികാരമുണ്ട്. അവൻ്റെ ജോലി അവനെ പിരിച്ചു വിടിയിക്കാം. ഒരു വാക്ക് മതി, നിന്റെ ജോലി പോയി, നിന്റെ ജീവിതം പോയി. പക്ഷേ നീ ബലമുള്ളവനാണ്. അവൻ്റെ ഒരു ബലഹീനത കൊണ്ടായിരിക്കാം അവൻ അങ്ങനെ ചെയ്തത്. അവൻ്റെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെറിയ പ്രശ്നം ഉണ്ടായി, ഒരു വിഷമം ഉണ്ടായി. ഒരിക്കലും എന്നോടൊരു സഹോദരൻ വണ്ടി ഓടിക്കുന്നയാളാണ്. അദ്ദേഹം പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുക. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ ഇന്ന് പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുന്നത്? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ലക്ഷ്യസ്ഥാനത്തെത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണ് നിറഞ്ഞൊഴുകുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ യാത്ര ഇറങ്ങുമ്പം എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറയുക, എൻ്റെ മോള് ക്ലാസ്സിലേക്കല്ല പോയത്, വേറൊരു ആളുടെ കൂട്ടത്തിൽ പോയി, അവിടെ വെച്ചത് പ്രശ്നമായെന്ന് ഞാൻ എൻ്റെ ഭാര്യ വിളിച്ച് പറഞ്ഞറിഞ്ഞു. എനിക്ക് പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനത് മനസ്സിലോട്ട് വരുമ്പോഴത്തേനും ഞാൻ അറിയാതെ ബ്രേക്ക് ഔട്ടി പോകും. എനിക്ക് സങ്കടമുണ്ട്, എന്നാ ചെയ്യണം തരത്തില്ല. അദ്ദേഹത്തിന് വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനാണ് വണ്ടി ഓടിക്കുന്നത്, ഇങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നൊക്കെ വേണേൽ പറയാം, വേണേൽ അവന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം. പക്ഷെ അവൻ അനുഭവിക്കുന്ന ഈ ആത്മസംഘർഷം. അപ്പം അതുകൊണ്ടാണ് പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാ പറഞ്ഞു വയ്ക്കുക, ബലമുള്ളവരായ നിങ്ങൾ
ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം നിങ്ങളൊരു മേലധികാരിയാണ്, നിങ്ങൾ ചിന്തിക്കുക, ഇതുപോലെയൊന്നും അല്ലല്ലോ ഇതിനു മുമ്പ് നമ്മുടെ തൂപ്പുകാർ തൂക്കാൻ വന്നത്, ഇതുപോലെയല്ലല്ലോ എൻ്റെ പ്യൂൺ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്, ഇങ്ങനെയല്ലല്ലോ എൻ്റെ സെക്രട്ടറി എന്നോട് പെരുമാറിയിരുന്നത്, ഇങ്ങനെയല്ലല്ലോ എൻ്റെ ഓഫീസ് സ്റ്റാഫ് പെരുമാറിയിരുന്നത്, ഇവരൊക്കെ വളരെ നല്ലതായിരുന്നു, എന്തുകൊണ്ടാണ് ഇന്ന് അവർക്ക് ഇങ്ങനെ വ്യത്യാസം? അപ്പോൾ അവരൊന്ന് വിളിച്ച് ശാന്തമായിട്ട് ചോദിച്ചു നോക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. ഒരു ടീച്ചർ എന്നോട് പറയുക, ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ സാധാരണ ഞാൻ പ്രാർത്ഥിച്ചൊക്കെയാണ് ക്ലാസ്സിൽ വരാറ്. അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് വലിയൊരു ഗുണമുണ്ടായി. ഞാൻ ക്ലാസ്സിൽ വന്ന് അറ്റൻഡൻസ് ഒക്കെ എടുത്തതിന് ശേഷം അറ്റൻഡൻസ് എടുക്കുമ്പോഴേ ഞാൻ ആരുടെ മുഖത്തേക്ക് നോക്കില്ല, എല്ലാവരും സ്വരം ഞാൻ ശ്രദ്ധിക്കും. ചിലരുടെ സ്വരം എന്നും പ്രസന്റ് ടീച്ചർ എന്ന് പറയുന്ന കുട്ടികൾ ചില ദിവസം വളരെ ഒച്ച കുറച്ചായിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യേകം ഒരു നോട്ട് ഒരു ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയുള്ളവരങ്ങനെ നോട്ടിൽ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ചോദിക്കും എന്നാ പറ്റിയെന്ന്. അപ്പോൾ ചിലർ പറയും പപ്പയ്ക്ക് വയ്യായിരുന്നു, അല്ലെങ്കിൽ മമ്മിക്ക് വയ്യായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കിയില്ല, ഒന്നും കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ വീട്ടിൽ നില വഴക്കായിരുന്നു, മമ്മി ഇറങ്ങിപ്പോയി, അങ്ങനെ കുറേ കുടുംബത്തിലെ കുറേ പ്രശ്നങ്ങൾ ആ കുട്ടികൾ കൈകാര്യം പറയുന്നതായിട്ട് ആ ടീച്ചർ എന്നോട് പറയുക, എൻ്റെ പൊന്ന് നന്ദിനി, എൻ്റെ ഉള്ളു തകർന്നു പോവുക. അപ്പം നമ്മൾ അവരെ വഴക്ക് പറയാൻ വേണേ ക്ലാസ്സിന് തന്നെ ക്ലാസ് ശ്രദ്ധിക്കാത്തെന്ന് പറഞ്ഞാൽ ടീച്ചറിന് വേണേൽ ഇറക്കി വിടാം, കംപ്ലൈൻറ്റ് ചെയ്യാം, ഈ കൊച്ചു അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് റിയാക്ട് ചെയ്യാം. എന്നാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർന്നാണ് നമ്മൾ അവരെ ചേർത്ത് നിർത്തേണ്ടതും പിടിച്ചെടുക്കേണ്ടതും. അതുകൊണ്ടാണ് ബലമുള്ളവരായ നിങ്ങൾ ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയല്ലേ വേണ്ടത്. നമുക്ക് ഏതെല്ലാം രീതിയിൽ വേണമെങ്കിലും നമുക്ക് ദുർബലരോട് നമുക്ക് റിയാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾ മറന്നു കളയരുത്, നിങ്ങളൊരു ക്രിസ്ത്യാനിയാന്നുള്ള കാര്യം മറന്നു കളയരുത്. നിങ്ങൾ പകലിന് ചേർന്ന രീതിയിൽ ജീവിക്കണം. നീതി സൂര്യനായ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നീ ചെയ്ത പ്രവൃത്തി അവിടുന്ന് വിശകലനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധ ബൈബിളിൽ വായിക്കുക, നമ്മളുടെ സ്വഭാവത്തിൽ വരുത്തേണ്ട അല്ലെങ്കിൽ ദൈവത്തിനോട് ചേർന്ന് നിന്ന് ജീവിക്കുമ്പോൾ വരേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. പ്രത്യേകിച്ച് പകലിന് യോജിച്ച രീതിയിൽ നമുക്ക് ജീവിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. പെരുമാറാം, ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് എങ്ങനെയാണ് നാം പെരുമാറേണ്ടത്, ദുർബലരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ അധികാരം എന്തൊക്കെയായാലും അതെല്ലാം മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ വേണ്ടിയുള്ളതാകിയാൽ ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് നമ്മൾ ധരിക്കേണ്ടത്. റോമാലേഖനത്തിൻ്റെ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? സ്നേഹമായ സഹോദരൻ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിയമത്തിൻ്റെ പൂർത്തീകരണമായ സ്നേഹം, നമുക്കറിയാം 10 പ്രമാണങ്ങൾ പാലിക്കുന്നവനാണ് ദൈവരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് യോഗ്യനെന്നാണ് പഴയ നിയമം നമ്മളെ അനുശാസിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് സ്നേഹമെന്ന്. അപ്പോൾ സ്നേഹിക്കുന്നവൻ എല്ലാ പാപങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ആണ് അവൻ മാറുന്നത്. കാരണം ദൈവം സ്നേഹമായതുകൊണ്ട് ആ സ്നേഹത്തോടാണ് ഞാനും നിങ്ങളും താതാത്മ്യപ്പെടേണ്ടത്. ഇതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. വചനം പറയുകയാണ്, നീ എന്തിനാണ് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ദിക്കുക, പരിഹസിക്കുക, കുറ്റപ്പെടുത്തുക, കളിയാക്കുക. ഇപ്പോൾ ഒരാൾ വിക്കുള്ളതുണ്ടെങ്കിൽ അവൻ്റെ വിക്കിനെ പരിഹസിച്ച് സംസാരിക്കുക. ഒരാൾ നടക്കുന്ന ചട്ടുണ്ടെങ്കിൽ അവൻ്റെ ആ നടപ്പിലുള്ള ആ പ്രത്യേകതയെ പറഞ്ഞ് കളിയാക്കുക. ചിലതിന് കഴിവ് കുറവായിരിക്കാം, അവനെ എപ്പോഴും ശശി എന്ന് വിളിച്ച് കളിയാക്കുക. അങ്ങനെ കുറേ രീതിയിൽ നമ്മളൊരു ക്രൈസ്തവന് ചേരാത്ത രീതിയിലുള്ള കുറേ പെരുമാറ്റങ്ങൾ നമ്മൾ ലോകത്തുനിന്ന് അനുകരിച്ചെടുത്തിട്ടുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഭൂരിപക്ഷത്തോട് ചേരരുത് എന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 23:2 പറയുക, നിങ്ങൾ ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇതൊരു തിന്മ തന്നെയാണ്. നിന്റെ സഹോദരൻ്റെ ദുർബലതകൾ നീ ഏറ്റുപറഞ്ഞ് അവൻ്റെ വിക്ക്, അവൻ്റെ കഴിവുകേടുകൾ, അവൻ്റെ മണ്ടത്തരങ്ങൾ, അവൻ ചെന്ന് ചാടുന്ന കെണികൾ, ഇതെല്ലാം പറഞ്ഞ് നീ കളിയാക്കി പരിഹസിച്ച് അത് നിൻ്റെ ഒരു കഴിവാണെന്ന് പറയുകയാണ്. അവനെ പരിഹസിക്കുന്നത് അല്ലെങ്കിൽ നിന്ദിക്കുന്നത് കഴിവാണെന്ന് പറഞ്ഞ് അതിലൊരു ആനന്ദിക്കുക, മറ്റുള്ളവരെ അത് പറഞ്ഞ് സന്തോഷിപ്പിക്കുക. എന്നിട്ട് ഈ ചെയ്യുന്നയാളെ ഉരുകി തീരുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു അമ്മ വിദേശത്തുനിന്ന് വിളിച്ചിട്ട് പറയുക, എൻ്റെ മകന് കുറച്ച് വണ്ണമൊക്കെ ഉണ്ട് സിസ്റ്ററെ, അവൻ അധികം നടക്കാനൊന്നും പറ്റുന്നില്ല, അവന് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്. അവന് ഇവിടെ പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവനെ വിദേശത്ത് കൊണ്ടുപോയത്. കാര്യം മലയാളികളുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂൾ തന്നെയാണെങ്കിലും എൻ്റെ മകനെ അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കും, അവൻ്റെ തടിയെ വെച്ച് കളിയാക്കും, അവന് സ്ലോ മോഷനാണ് നടക്കുമ്പോൾ അത് പറഞ്ഞ് കളിയാക്കും. ഇപ്പം എൻ്റെ മകനൊരു മെൻ്റൽ പ്രോബ്ലം ആയിരിക്കണം, അവൻ ക്ലാസ്സിൽ പോകുന്നില്ല, അവന് സൂയിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. എന്തിന് പറയുന്നു? +2 പഠിക്കുന്ന ആ കുട്ടിയുടെ പഠനം നിന്നു. അവൻ നടക്കുന്നത് പോലെ നടന്ന് കളിക്കുക, ക്ലാസ്സിൽ അവനെ നിർത്തി അവനെങ്ങനെയാണ് പെരുമാറുന്നത് കാണിക്കുക. എന്നിട്ട് അതിൽ ടീച്ചേഴ്സ് പോലും അതിനൊരു എതിര് പറയാതെ അതിൽ ആനന്ദിക്കുക. അങ്ങനെ അവനെ കളിയാക്കുമ്പോൾ അവന് കുറച്ചും കൂടെ നല്ലവനായി തീരുമെന്നാണ് അത്ര ടീച്ചേഴ്സ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പരിണിത ഫലം എന്നാണെന്നറിയാമോ? അവനൊരു മെൻ്റൽ പേഷ്യൻ്റായി. ഇപ്പം അവൻ കേരളത്തിലേക്ക് വന്നിരിക്കുക ട്രീറ്റ്മെൻറ്റിന്.
ആ ഒരു ദുഃഖകരമായ ഒരു സംഭവത്തിന് മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇച്ചിരി കുറവൊക്കെ ഉണ്ടായിരിക്കും, അത് കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ വിളിച്ച് പറഞ്ഞ് അവളെ അപമാനിക്കരുത്. അത് പകലിന് ചേർന്ന പ്രവൃത്തിയല്ല, ക്രിസ്തുവിന് ചേർന്ന പ്രവൃത്തിയല്ല. നിന്റെ ഭർത്താവിന് കുറേ കഴിവുകേടും അതൊക്കെ ഉണ്ടായിരിക്കാം. ഇംഗ്ലീഷ് പറയുമ്പോൾ ചിലപ്പോൾ ഉച്ചാരണം ശരിയല്ലായിരിക്കാം, അല്ലെ മലയാളം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറയാൻ കിട്ടുന്നില്ലായിരിക്കാം. ചിലപ്പം പല കാര്യങ്ങളെക്കുറിച്ച് അറിവ് കുറവായിരിക്കും. നിന്നെപ്പോലെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയാനും, നിന്നെപ്പോലെ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് സംസാരിക്കാനും, നിന്നെപ്പോലെ ഭൗമ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒന്നും അറിവില്ലാത്ത ആളായിരിക്കാം നിൻ്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ നിൻ്റെ സഹോദരങ്ങൾ. അവരെയൊക്കെ അവരുടെ അറിവ് കുറവിൻ്റെ പേരിൽ, കഴിവ് കുറവിൻ്റെ പേരിൽ, കഴിവുള്ള അറിവുള്ള ബലമുള്ള നീ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, അതുപോലെ നിൻ്റെ സുഹൃത്തുക്കളെ ചിലപ്പോൾ അവർക്കൊന്നും നല്ലതുപോലെ കഴിക്കാൻ പറ്റിയ ഭക്ഷണം കഴിക്കാനുള്ള അവസ്ഥ പോലും ഇല്ലായിരിക്കാം. ഞാൻ കുറച്ച് നല്ല കാശുകാരായ ആളുകൾ ഇരിക്കുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ തന്നെ പഠിക്കുന്ന മറ്റൊരു കുട്ടിയോ പഠിച്ച് ജോലിയായ ഒരാളുണ്ട്. എല്ലാവരും സ്പൂണും സ്പോർക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇയാൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം കൈകൊണ്ട് കഴിച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടെ കളിയാക്കി, നീ എന്നാ ഒരു കൺട്രിയാടാ, അതാ ഇതാ. പിന്നെ പുള്ളിക്കാരൻ പറയുന്നത്, എനിക്ക് അങ്ങനെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോകാനും പുറത്തു പോയി ഭക്ഷണം കഴിക്കാനും എനിക്ക് പറ്റുന്നില്ല, എനിക്കങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് കഴിച്ച് ശീലിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം സങ്കടപ്പെടുകയാണ്. അപ്പോൾ ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ്, അവരെ ബലപ്പെടുത്തുകയാണ് ഞാനും നിങ്ങളും വേണ്ടത്. പകലിന് യോജിച്ചൊരു ജീവിതചര്യയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ ചേർത്ത് നിർത്തി സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളെ, കഴിവ് കുറഞ്ഞ അറിവ് കുറഞ്ഞ സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തി നമുക്കൊരു പകലിന് യോജിച്ച രീതിയിൽ, അതുപോലെ മദ്യപാനോ പുകവലിയോ അല്ലെങ്കിൽ മറ്റ് സുഖലോൽപതയോ ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ച് പകലിന് യോജിച്ച രീതിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ പുതിയ വർഷത്തിൽ ഇനി നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ ഈ വർഷത്തിൽ പ്രകാശത്തിന് യോജിച്ച ജീവിതം നയിക്കും, പ്രകാശത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കാതിനായി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച്, ദൈവമേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളെല്ലാം ഉപേക്ഷിച്ച് പകലിന് യോജിച്ച, യേശുക്രിസ്തുവിന് യോജിച്ച, ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിന് യോജിച്ച ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദുർബലരുടെ പോരായ്മകൾ സഹിച്ച് ദൈവമേ നിന്നെ മഹത്വപ്പെടുത്തി നിന്നോടൊരു യോജിപ്പിൽ, മനുഷ്യരോടൊരു യോജിപ്പിൽ, ഞങ്ങളുടെ കൂടെയുള്ള ദുർബലരോടും ബലഹീനരുമായ ആളുകളുടെ യോജിപ്പിൽ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ ഞങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.